ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 24 PHയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2024 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും ആരാണ്? ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും ആരാണ്? EV രാമകൃഷ്ണൻ. അപ്പോൾ ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനുമാണ് EV രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജംപ് താരമാണ് M ശ്രീശങ്കർ അല്ലെങ്കിൽ മുരളി ശ്രീശങ്കർ. അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജംപ് താരമാണ് M ശ്രീശങ്കർ. സംസ്ഥാനത്തിൻ്റെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. സംസ്ഥാനത്തിൻ്റെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ആര്? KB ഗണേഷ് കുമാർ. സംസ്ഥാനത്തിൻ്റെ പുതിയ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. സംസ്ഥാനത്തിൻ്റെ പുതിയ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അപ്പോൾ നമ്മുടെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? മ്യൂസിയം, പുരാവസ്തു, രജിസ്ട്രേഷൻ. സംസ്ഥാന മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത മന്ത്രിയാണ് VN വാസവൻ. സംസ്ഥാന മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത മന്ത്രിയാണ് ആര്? VN വാസവൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളിയാണ് ഡോക്ടർ RV അശോകൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളിയാണ് ഡോക്ടർ RV അശോകൻ. കൊല്ലം വേദിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ലയാണ് കണ്ണൂർ. കൊല്ലം വേദിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ലയാണ് കണ്ണൂർ. എത്രാമത്തെ സ്കൂൾ കലോത്സവമാണ്? 62ാമതാണ് കേട്ടോ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂരും. അതുപോലെ തന്നെ 62ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? വേദി കൊല്ലമാണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവിയാണ് കുമാരനാശാൻ. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവിയാണ് ആര്? കുമാരനാശാൻ. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് എന്ത്? ഓപ്പറേഷൻ അമൃത്. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ അല്ലെങ്കിൽ 2024 ഹരിവരാസന പുരസ്കാര ജേതാവാണ് PK വീരമണിദാസൻ. ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരനാണ് PN ഗോപികൃഷ്ണൻ. അപ്പോൾ നമ്മുടെ 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് ആര്? PN ഗോപികൃഷ്ണൻ. ഏത് കവിതാ സമാഹാരത്തിനാണെന്ന് വെച്ചാൽ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് PN ഗോപികൃഷ്ണന് 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് S സോമനാഥൻ. ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ISRO ചെയർമാനായ S സോമനാഥ്. ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് S സോമനാഥ്. ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജകുടുംബ അംഗമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ബായ്. ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജകുടുംബ അംഗമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ബായ്. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്ര രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമമാണ് കുറ്റ്യാട്ടൂർ. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്ര രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമമാണ് കുറ്റ്യാട്ടൂർ. അപ്പോൾ നമ്മുടെ ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജകുടുംബ അംഗമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ബായ്. കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലമാണ് തളിപ്പറമ്പ്.
കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലമാണ് തളിപ്പറമ്പ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമാ സംവിധായകനാണ് ബേസിൽ ജോസഫ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമാ സംവിധായകനാണ് ആര്? ബേസിൽ ജോസഫ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരമാണ് ആൻസി സോജൻ. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരമാണ് ആൻസി സോജൻ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലമാണ് ഏത്? തളിപ്പറമ്പ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമാ സംവിധായകനാണ് ബേസിൽ ജോസഫ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരമാണ് ആര്? ആൻസി സോജൻ. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരനാണ് ആര്? കെ അഖിലൻ. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരനാണ് കെ അഖിൽ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരം നേടിയതാരാണ്? ഡോക്ടർ പി കെ രാധാമണി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരം നേടിയതാണ് ഡോക്ടർ പി കെ രാധാമണി. മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയതാണ് കെ കെ ഗംഗാധരൻ. മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയത് കെ കെ ഗംഗാധരൻ. മലയാളത്തിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. മലയാളത്തിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമയാണ് ഏത്? മഞ്ഞുമൽ ബോയ്സ്. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയതാണ് പ്രതിഭ റേ. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയതാരാണ്? പ്രതിഭ റേ ആണ്. ഇന്ത്യൻ ഭാഷാ കൃതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാന തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ മലയാളിയാണ് പ്രഭാവർമ്മ. അപ്പോൾ ഇന്ത്യൻ ഭാഷാ കൃതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാന തുകയുള്ള പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. ഈ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ വ്യക്തിയാണ് ആര്? പ്രഭാവർമ്മ. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം നേടിയ കഥാകാരനാണ് M മുകുന്ദൻ. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം നേടിയ കഥാകാരനാണ് M മുകുന്ദൻ. ഫോബ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിതയാണ് സാറ ജോർജ് മുത്തൂറ്റ്. ഫോബ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിതയാണ് സാറ ജോർജ് മുത്തൂറ്റ്. ഫോബ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയതാരാണ്? MA യൂസഫ് അലി. ഫോബ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയതാരാണ്? MA യൂസഫ് അലി. ആദ്യമായി ഇടം നേടിയ മലയാളി വനിതയാണെങ്കിൽ ആരാണ്? സാറ ജോർജ് മുത്തൂറ്റ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര തുടങ്ങിയ നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര തുടങ്ങിയ നഗരമാണ് കോഴിക്കോട്. കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഉദയ്. കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഉദയ്. കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഉദയ്. 18ാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസമെന്നാണ്? 2024 ഏപ്രിൽ 26-നാണ്. ഇപ്പോൾ 18ാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം 2024 ഏപ്രിൽ 26-നാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് എത്ര ശതമാനമാണ്?
71.27%. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് എത്രയാണ്? 71.27%. 18ാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം എന്നാണ്? 2024 ഏപ്രിൽ 26-നാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് വടകര. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ്? വടകരയാണ്. എത്ര ശതമാനമാണ്? 78.41%. 78.41%. അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് വടകര. 78.41%. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് പത്തനംതിട്ട. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് പത്തനംതിട്ട. എത്ര ശതമാനമാണ്? 63.37%. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് പത്തനംതിട്ട. അപ്പോൾ ഏറ്റവും ഉയർന്ന പോളിംഗ് എവിടെയാണ്? വടകരയിലും. ഏറ്റവും കുറഞ്ഞ പോളിംഗ് എവിടെയാണ്? പത്തനംതിട്ടയിലുമാണ്. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളിയാണ് ഹേമചന്ദ്രൻ എം നായർ. 70 വയസ്സിനു മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളിയാണ് ഹേമചന്ദ്രൻ എം നായർ. 2024 SSLC പരീക്ഷയുടെ വിജയശതമാനം എത്രയാണ്? 99.69%. 2024 SSLC പരീക്ഷയുടെ വിജയശതമാനം എത്രയാണ്? 99.69%. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിന് വേദിയായ നഗരമാണ് കൊച്ചി. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിന് വേദിയായ നഗരമാണ് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട്. ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് തിരുവനന്തപുരം. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് ഏത്? തിരുവനന്തപുരം. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് തിരുവനന്തപുരം. 2024 സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് സിയാൽ, കൊച്ചി. അപ്പോൾ 2024 സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് സിയാൽ, കൊച്ചി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 18 സീറ്റും നേടി മേധാവിത്വം നേടിയ രാഷ്ട്രീയ സഖ്യമാണ് UDF. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 18 സീറ്റും നേടി മേധാവിത്വം നേടിയ രാഷ്ട്രീയ സഖ്യമാണ് UDF. പൊതുതിരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച ലോക്സഭാ മണ്ഡലം ഏതാണ്? തൃശ്ശൂരാണ്. പൊതുതിരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര ജയം നേടിയ BJP സ്ഥാനാർത്ഥിയാണ് ആര്? സുരേഷ് ഗോപി. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര ജയം നേടിയ BJP സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. പൊതുതിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. ഏത് മണ്ഡലത്തിലാണ്? വയനാടാണ്. പൊതുതിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ അംഗം ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ അംഗമായതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തിയാണ് ആര്? കൊടിക്കുന്നിൽ സുരേഷ്. എത്ര തവണയാണ്? 8 തവണയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ അംഗം ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയിലെ
ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം നേടിയ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ KG പൗലോസ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം നേടിയ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ KG പൗലോസ്. കേന്ദ്രമന്ത്രിസഭയിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. അപ്പോൾ കേരള മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളാണ്? പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ മലയാളിയാണ് സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളിയാണ് ജോർജ് കുര്യൻ. കേന്ദ്രമന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളിയാണ് ജോർജ് കുര്യൻ. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. കേരളത്തിൻ്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് VN വാസവൻ. കേരളത്തിൻ്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് ആര്? VN വാസവൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യ മന്ത്രിയാണ് MB രാജേഷ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യ മന്ത്രിയാണ് ആര്? MB രാജേഷ്. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. കേരളത്തിൻ്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് VN വാസവൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യ മന്ത്രിയാണ് MB രാജേഷ്. കേരളത്തിൽ നിന്നും 3ാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ജോസ് കെ മാണി. കേരളത്തിൽ നിന്നും 3ാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ജോസ് കെ മാണി. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനാണ് A ഷാജഹാൻ. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനാണ് ആര്? A ഷാജഹാൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനാണ് A ഷാജഹാൻ. ICC 2020 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരമാണ് സഞ്ജു സാംസൺ. ICC 2020 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരമാണ് സഞ്ജു സാംസൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.